ഇവിടെ വിവാഹമോചനം ആവശ്യപ്പെട്ട് നിൽക്കുന്ന എത്ര പേര് അവര് സമ്പാദിച്ച സ്വന്തം പൈസ കൊണ്ട് നടത്തിയിട്ടുണ്ടെന്ന് ചോദിക്കൂ. അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങളും നോക്കി 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 ചെയ്തു കൊടുത്ത് ഈ നിമിഷം വരെ അവരുടെ പാരന്റ്സ് അതിന്റെ കടം തീർത്തോണ്ടിരിക്കുക. ഓരോ രൂപ ചെലവാക്കുമ്പോഴും ഒരാളോട് ചോദിക്കണം എന്നുള്ളത് അടിമത്വമാണെങ്കിൽ കണ്ണീരും വേർപ്പും ഒഴുക്കി കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസ കുടുംബം, ഭാര്യ, കുട്ടികള്, വിദ്യാഭ്യാസം, ചികിത്സ, മരുന്ന്, കടന്നൊക്കെ പറഞ്ഞ എല്ലാത്തിനും ചെലവാക്കി തനിക്ക് വേണ്ടി ഒരു രൂപ പോലും ചെലവാക്കാൻ കഴിയാത്ത ആണുങ്ങളും അടിമകൾ തന്നെയല്ല മാഡം. നിങ്ങൾ സമ്പാദിക്കുന്ന പൈസ എനിക്ക് ചെലവാക്കാൻ കഴിയുന്നില്ല എന്നുള്ള അവസ്ഥയെക്കാളും ഞാൻ സമ്പാദിക്കുന്ന പൈസ എനിക്ക് തന്നെ ചെലവാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് എത്ര ഭീകരമായ അവസ്ഥയാണ് മാഡം. ഇതിലിപ്പോ ആണുങ്ങൾക്ക് എവിടെയാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉള്ളത്? വേറൊരു കാര്യം മാഡം, നാട്ടിലുള്ള രൂപയൊക്കെ ഒരേപോലെ തന്നെയാണ്. പക്ഷെ അത് സ്ത്രീകൾ സമ്പാദിക്കുമ്പോൾ മഹത്തായ നേട്ടവും പുരുഷന്മാർ സമ്പാദിക്കുമ്പോൾ അത് അവരുടെ കടമയായി മാറുന്നത് എങ്ങനെ? ഒന്നാമത് ഈ കുടുംബജീവിതത്തിൽ 50-50 എന്ന് പറയുന്ന ആശയമേ നടക്കുന്നില്ല യുവർ. ഞാൻ കുക്ക് ചെയ്യാം, നീ പാത്രം കഴിക്കോ, ഞാൻ ഇഡ്ഡലി വെക്കാം, നീ ചട്നി അരക്കേ, ഇങ്ങനെയൊക്കെ പറയുന്നതിലല്ല മാഡം 50-50. ചില കാര്യങ്ങളിലൊക്കെ ഞാൻ 70 നീ 30 ഒക്കെ ആയെന്നിരിക്കും. എന്നാൽ മറ്റു ചില കാര്യങ്ങളിൽ നീ 70 ഞാൻ 30 ഒക്കെ ആവുന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ബാലൻസ് ചെയ്ത് ജീവിക്കുന്നതിലാണ് മാഡം ശരിക്കുള്ള 50-50. ഒരു പുരുഷൻ തന്റെ കുടുംബത്തിന് വേണ്ടി തന്റെ പ്രായവും യൗവനവും എല്ലാം ബലി കഴിച്ച് കുറച്ചു കുറച്ചായിട്ട് ഭംഗിയുള്ള ഒരു ലോകം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു വിധം അതൊക്കെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം സ്വസ്ഥമായിട്ട് ഒന്ന് ജീവിക്കാന്ന് കരുതുമ്പോ നീ എന്റെ കൂടെ സമയം ചെലവാക്കുന്നില്ല, നീ എന്റെ ഭർത്താവായി ഇരിക്കാൻ തന്നെ യോഗ്യതയില്ലെന്നും പറഞ്ഞ് അവനെ ആ ലോകത്ത് ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുമ്പോ അവൻ അവിടെ തന്നെ അനാഥനെ പോലെ ആരോടൊന്നും പറയാൻ പറ്റാതെ ഉരുക്കി തീരുകയാണ് മാഡം. ഇവിടെ എല്ലാവരും ഞാനെന്തിനു വിട്ടുവീഴ്ച ചെയ്യണം എന്നേ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു കുടുംബ ജീവിതത്തിന്റെ ഭംഗി തന്നെ വിട്ടുവീഴ്ച ചെയ്യുന്നതിലല്ലേ?